തിരക്കുകളും മാറ്റി വെച്ച് സ്വീകരിച്ചെത്തിയ നമ്മുടെ എക്സിക്യൂട്ടീവ് നാദാപുരം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സർ പേര് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമുക്ക് പ്രിയപ്പെട്ട നമുക്ക് നമ്മുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വേണ്ട ഓഫീസിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നു. നമുക്ക് ഉണ്ടായ തിരുത്തുകളും ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തിരുത്തി തന്നു. നമുക്ക് ഈ ഓഫീസ് ഇത്രയും നല്ല മനോഹരമാക്കി ഒരു പ്ലാനൊക്കെ ആക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ദിവിന്ദ സർ സാമൂഹിക തിരുവോണ സെക്ഷൻ്റെ പേര് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമ്മുടെ എത്തിച്ചേർന്ന നമ്മുടെ സെക്ഷൻ ചെയ്യുന്ന മറ്റു ജീവനക്കാർ എല്ലാവരെയും ഞാൻ തിരുവോണ സെക്ഷൻ്റെ പേര് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലാവരും സഹകരിച്ച കുറേ നല്ല നാട്ടുകാരുണ്ട്. എല്ലാവർക്കും ഒന്നിനും പറഞ്ഞതും നമ്മുടെ കൂടെ തന്നെ നിന്ന് കുറേ നല്ലവരായ നാട്ടുകാരുണ്ട്. അവരെല്ലാവരും ഞാൻ ഈ തിരുവോണ സെക്ഷൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ആയിപ്പോയവരും ട്രാൻസ്ഫർ ആയിപ്പോയവരും നിങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഓടിയെത്തി എല്ലാവർക്കും എൻ്റെ തിരുവോണ സെക്ഷൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പെട്ട നാട്ടുകാരും അതുപോലെ തന്നെ രാവും പകലുമില്ലാതെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റുഡൻറ്റുകൾ സെക്ടറാണ്. ഇന്നത്തെ നമ്മുടെ ചടങ്ങിലെ മുഖ്യ അതിഥിയായിട്ടുള്ള നാദാപുരം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിക്കുന്ന സെക്ഷൻ ഓഫീസ് ആയിരുന്നു ഓരോ ജീവനക്കാരെ സംബന്ധിച്ച്. അപ്പം അവർക്ക് സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്ന ഓഫീസ് ഏറ്റവും സൗകര്യപ്രദമായിരിക്കുക എന്നുള്ളതും അതിനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകുക എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ളതാണ്. തിരുവള്ളൂർ സെക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ സെക്ഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം വരുന്ന ആദ്യത്തെ സെക്ഷൻ്റെ ഒരു മാറ്റമാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. ഏറ്റവും ഒരു സൗകര്യപ്രദമായ രീതിയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഈ ചടങ്ങിൽ എഞ്ചിനീയറാണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ സാറിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. അപ്പം നമ്മളും അത്ര വലിയ കാര്യങ്ങളല്ല വന്നത്. പിന്നെ ഇവിടെ വന്ന് നമ്മളൊരു പുതിയൊരു സെക്ഷൻ ഓഫീസ് ഒരു പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ പുതിയൊരു കെട്ടിടം എന്ന് പറയുമ്പോൾ നമ്മുടെ താഴത്തെ നിലയിൽ നിന്ന് മേളത്തെ നിലയിലോട്ടാണ് മാറുന്നത്. അത് ശരിക്കും അതൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു രൂപകൽപ്പനയാണ് ഇത്. അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ദൃശ്യക്കും എക്സിക്കുമാണ്. എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ നമ്മൾ കുറച്ച് ഫർണിച്ചറൊക്കെ മേടിച്ചു. പിന്നെ ദൃശ്യം തന്ന കുറച്ച് കസ്റ്റം ലേബറൊക്കെ സാക്ഷ്യം ചെയ്തു. അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ എപ്പോഴും വീട്ടിലെ ജോലികൾ നമുക്ക് പൊതുവായിട്ടൊരു കാര്യം പൊതുവേ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജോലികൾ വീട്ടിൽ ജോലികൾ കുഞ്ഞുങ്ങളെ നോക്കി അല്ലെങ്കിൽ കുടുംബം നോക്കി തിരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഓഫീസിലാണ്. അപ്പോൾ ആ ഓഫീസിൻ്റെ അന്തരീക്ഷം നല്ലതല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ജോലി പോലും ചെയ്യാനും അവിടെ ഇരിക്കാനും ഉള്ള ഒരു താല്പര്യം തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ KCB ശരിക്കും അതിൽ ജീവനക്കാരെ അങ്ങേയറ്റം കരുതുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴൊക്കെ ഈ സെക്ഷൻ ഓഫീസറൊക്കെ ഈ രൂപത്തിലോട്ട് വരുന്നത്. കാര്യം ഞാനൊക്കെ തുടക്ക സമയത്ത് അല്ലെങ്കിൽ ഈ റീസെൻ്റ് ആണെങ്കിൽ പോലും ഞാൻ വന്ന സ്ഥലങ്ങളിലൊക്കെ സെക്ഷൻ ഓഫീസറൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഈ സെക്ഷൻ ഓഫീസിൽ ഇത്രയും മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ബിൽഡിങ് കെട്ടിടം ഒക്കെ നല്ല രീതിയിലോട്ട് വരുന്നത്. അപ്പം അതിന് ശരിക്കും ചിലവാകുന്ന പൈസ എന്ന് പറയുമ്പോൾ അത് ബോർഡിൻ്റെ പൈസയാണ്. നമുക്ക് നേരത്തെ ഉണ്ടാക്കുന്ന റെന്റ് എന്ന് പറയുന്നത് കണക്ക് ശരിയാണെങ്കിൽ 23,000 രൂപയാണ്. ഇപ്പം നമ്മൾ 32,500 രൂപയാണ് ആ റെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. KCB ഓരോ കെട്ടിടം മാറുമ്പോഴേക്കും അത്രയേറെ എമൗണ്ടുകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് അത്രയും സൗകര്യങ്ങൾ KCB ചെയ്തു തരുമ്പോൾ നമ്മൾ തിരിച്ചു ചെയ്യേണ്ടത് നമ്മുടെ ജോലി ഏറ്റവും നന്നായിട്ട് ചെയ്യുക. ജോലി നന്നായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് ജോലി ചെയ്യുക. പിന്നെ നല്ല രീതിയിൽ നമ്മൾ സെക്ഷൻ ഓഫീസാണ് കൺസ്യൂമർ ഫ്രണ്ട്ലി ഉപഭോക്താക്കളുമായിട്ട് KCBയുടെ മുഖം എന്ന് പറയുന്നത് നമ്മളാണ്, നമ്മുടെ പെരുമാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം KCBയിലെ സെക്ഷൻ ഓഫീസിലെ എല്ലാ ജീവനക്കാർക്കും, അത് വർക്കർ, ലൈൻമാൻ, പോളിസികൾ, AVAC ഡിവിഷനിലിരിക്കുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തലത്തിലുള്ളവരുണ്ട്. ഒരു കൺസ്യൂമർ വരുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കൺസ്യൂമർ വരിക എന്നുള്ള സപ്ലൈയോടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. നമ്മുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് വിറ്റ് കാശ് മേടിക്കുന്നു. അതാണ് നമ്മുടെ ഉപജീവന മാർഗം. വിൽക്കുന്ന കറണ്ട് നല്ലതായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇൻട്രപ്ഷൻ കുറയ്ക്കുക. ഇൻട്രപ്ഷൻ കുറയ്ക്കുക എന്നുള്ള വർക്കാണ്. ഇൻട്രപ്ഷൻ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അത് മെയിൻ്റനൻസിലോട്ടാണ് വരുന്നത്. അപ്പോൾ മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ പ്ലാൻ വർക്കുകൾ അത് വരുമ്പോഴത്തേക്കും മെറ്റീരിയലിൻ്റെ കുറേ ഒരു അഭാവം വരുന്നുണ്ട്.
മീറ്റർ റീഡർമാരും ആ റവന്യൂ വിങ്ങുമാണ് ആ ഉത്തരവാദിത്തം ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ജോലി ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രയേറെ സൗകര്യങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡ് തരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ജോലി ചെയ്ത് ബോർഡിന് തിരിച്ച് നമ്മുടെ ആ നമുക്ക് തന്നിരിക്കുന്ന സൗകര്യങ്ങളോടുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന എന്താ പറയുന്ന ജീവിത സാഹചര്യങ്ങളോടുള്ള ഒരു ഇപ്പം ദിവ്യൻ പറഞ്ഞതുപോലെ ഇപ്പം നമ്മളോടൊപ്പം ഉണ്ടാകേണ്ട ഒരാളാണ് ജയേഷ് എന്ന് പറയുന്നത്. നമ്മളോടൊപ്പം ഈ മുഹൂർത്തത്തിൽ സന്തോഷമായിട്ടിരിക്കേണ്ട ഒരാളാണ്. പക്ഷെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയത് ആ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ എത്ര നല്ല സാഹചര്യത്തിൽ നമ്മളത് പറയും. ഇപ്പം നിങ്ങൾ സന്തോഷമുള്ള ഒരു സാഹചര്യമാണ്. പക്ഷേ കേസിൽ ഒരു 10 പേര് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പറയാണ്ട് അത് പോകാൻ പറ്റില്ല എന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സേഫ്റ്റി പാലിച്ചുകൊണ്ട് തന്നെ സേഫ്റ്റിക്ക് പ്രാഥമികമായിട്ട് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വിച്ച് ഓഫ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കർത്തം ചെയ്ത സ്ഥലത്ത് ഒരിക്കൽ പോലും ഒരു വൈദ്യുതി അപകടം ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു ബോധ്യത്തോടുകൂടി ജോലിക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന ഓഫീസർമാർ, സബ് എഞ്ചിനീയർമാർ, അവരുടെ കൂടെയുള്ള കരാർ ജീവനക്കാരെയും കൂടെയുള്ള സ്റ്റാഫിനെയും കരുതുക. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഇന്നലത്തെ പത്രത്തിൽ തന്നെ കൺസ്യൂമറിലെ പ്രിൻസിപ്പൽ വന്നാൽ കോഴിക്കോട് നടന്ന സംഭവമാണ്. 17 വയസ്സുള്ളൊരു കുഞ്ഞാണ്. അത് എന്താ പറയുന്ന പ്രഷർ വാട്ടർ പമ്പ് വെച്ച് വീട് ക്ലീൻ ചെയ്ത് അത് ഷോക്കേറ്റ് വെച്ച് കൺസ്യൂമർ പ്രിൻസിപ്പിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിനോട് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ സേഫ്റ്റി ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ബോധ്യം കൂടി ഉണ്ടാവുക. അതിപ്പം നിങ്ങൾ ഓർക്കും ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ സന്തോഷകരമായ മുഹൂർത്തത്തിൽ എന്തിനാണിത് പറയുന്നത്? പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. KCB നിലവിൽ ഇത്രയേറെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഈ ഡിവിഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് മെമ്പർ, എമാർ, ലീഗൽ സദസ്യരുള്ള മറ്റ് ജീവനക്കാർ, നാട്ടുകാർ, പ്രത്യേകിച്ച് ഈ സെക്ഷനിലെ നമ്മുടെ പ്രവർത്തന രീതികൾ തന്നെ ആകെ മാറി വരുന്ന ഒരു സാഹചര്യത്തിനനുസരിച്ച് നല്ലൊരു ഓഫീസ് അന്തരീക്ഷം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. നേരത്തെ നമ്മുടെ ഓഫീസിൽ ഉണ്ടായിരുന്നൊരു പ്രധാന പ്രശ്നം നമ്മുടെ താഴെയുള്ള ഓഫീസിൽ നമ്മുടെയുള്ള ജീവനക്കാർ തമ്മിൽ കാണുന്ന ഒരു മുഴുവൻ ജീവനക്കാരും ഒരുമിച്ച് കാണുന്ന ഒരു ഓപ്പൺ സംവിധാനം ആ ഓഫീസിൻ്റെ ഒരു അപര്യാപ്തതയാണ്. അപ്പോൾ നിങ്ങളൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഓഫീസായിട്ട് ഒരു പോയിന്റിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ജീവനക്കാരെ മുഴുവൻ കാണാൻ കഴിയും. ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ കഴിയും. അത് നമ്മുടെ ഓഫീസിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിന് വളരെയധികം ഉപയോഗപ്പെടുത്തുന്നതായിട്ട് സംശയമില്ല. അതുകൊണ്ട് ഈ നല്ലൊരു സംരംഭത്തിന് മുൻകൈയെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടു ഈ തുടർന്നുള്ള നമ്മുടെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ക്ഷണം സ്വീകരിച്ചുള്ള ബാക്കി ഏകദേശം സെക്ഷനിലെ മറ്റുള്ള സെക്ഷനിലെ സ്റ്റാഫുകൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ നേരത്തെയുള്ള ഓഫീസ് അതിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ അറിയിക്കണമെങ്കിലും ഇത് കുറച്ചും കൂടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നേരത്തെ ഒരു അടച്ചു കെട്ടിയ പോലെ ഒരു പുറത്തേക്ക് ഇറങ്ങേണ്ടത് അറിയാത്തൊരവസ്ഥ ആ രീതിയിലായിരുന്നു. അതൊക്കെ മാറി കാണാൻ കണ്ടുകൊണ്ടിരിക്കാൻ ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്ന ഒരു കുറച്ചും കൂടെ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ഈ മാറ്റം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലും എന്തായാലും പ്രതിഫലിക്കണം. പ്രതിഫലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ വേണ്ടി മുൻകൈയെടുത്ത നമ്മുടെ തിരുവള്ളൂർ അതുപോലെ വടകര AXC ഇവരെ അഭിനന്ദിക്കുകയാണ്. ആദ്യം ഒരു നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കയറുമ്പോൾ ചെറിയൊരു പ്രശ്നം പറഞ്ഞു. നമ്മൾ ആ കയറുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു ഇടുങ്ങിയിട്ട് ഇങ്ങനെ കയറുന്ന ഒരു ഇതിലാണ് കാണുന്നത്. അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അത് കുറച്ചും കൂടെ വീതി, അതായത് ആദ്യം വൈദ്യുതി ബോർഡിനെ അവർ വിലയിരുത്തുന്നത്. രണ്ടാമത് അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് അവർ വരുമ്പോഴാണ്
രണ്ടാമത്തെ രീതിയിൽ അവർ നമ്മളെ വിലയിരുത്തുന്നത് നമ്മുടെ ഓഫീസിൽ അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, നമ്മുടെ ഓഫീസ് സ്റ്റാഫുകൾ അവരോട് എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ സഹകരിക്കുന്നു എന്ന രീതി. പിന്നെ നമുക്ക് മീഡിയയിലൂടെയും മറ്റ് രീതിയിലുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് വൈദ്യുതി ബോർഡിനെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിലേക്ക് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് രീതിയിലും, അതായത് ആദ്യം എന്തായാലും നമ്മൾ പബ്ലിക്കുമായി ഇടപെടുമ്പോൾ നമ്മുടെ ജീവനക്കാരെല്ലാം തന്നെ വളരെയധികം മാറിയിട്ടുണ്ട്. വളരെ ഉപഭോക്തൃ സൗഹൃദത്തിലാണ് എല്ലാവരും പെരുമാറുന്നത്. പ്രത്യേകിച്ച് തിരുവള്ളൂരിൽ നിന്ന് നമുക്ക് ആ രീതിയിലുള്ള യാതൊരുവിധ പ്രോബ്ലംസ് ഒന്നും കേട്ടിട്ടില്ല. രണ്ടാമതാണ് നമ്മുടെ ഓഫീസിലേക്ക് ഉപഭോക്താവ് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സൗകര്യങ്ങൾ. അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെയധികം സൗകര്യമായിട്ടുള്ള രീതിയിലാണ്. അവർക്ക് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഇത്രയും വിശാലമായിട്ടാണ് ഫ്രണ്ട് ഓഫീസ് ചെയ്തിരിക്കുന്നത്. ഓഫീസിലെ ജീവനക്കാർ ആരെ വേണമെങ്കിലും ഇപ്പോൾ എ ഉൾപ്പെടെ എല്ലാവരെയും നമുക്ക് ഒരു ഫ്ലോറിൽ തന്നെ ഒരുമിച്ച് കാണാം. അവർക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇതിൻ്റെ പിന്നിൽ ഈ രീതിയിൽ ഒരു നല്ല സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ AXC ഉണ്ട്, AE ഉണ്ട്, മറ്റ് എല്ലാ ജീവനക്കാരുമുണ്ട്. അപ്പം ഇവരെല്ലാം ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. ഉണ്ടാവുക അവിടെ വിളിച്ചു പറഞ്ഞ് അത് അവിടുത്തെ ലാൻഡ് ഫോണിലൂടെ വളരെ സൗത്തിൽ വിളിച്ചു പറഞ്ഞ്, എന്നിട്ട് ലൈൻമാൻ എവിടെയെങ്കിലും ഫോണുള്ള സ്ഥലത്താണ് ഉണ്ടാകുക. അന്ന് മൊബൈൽ ഫോണില്ല, അല്ലെങ്കിൽ ഈ പീഡിയയുടെ തിണയിൽ വന്നിരിക്കണമായിരുന്നു. അവിടെ നിന്നാണ് ഇവിടുത്തെ ഉപഭോക്താക്കൾക്കും ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും അന്നായൊരു സാഹചര്യം ഒത്തു വന്നപ്പോൾ അന്ന് ഈ വ്യവസായത്തെ നയിച്ചിരുന്ന മന്ത്രിയെ കാണാൻ ഇവിടുത്തെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും രാഷ്ട്രീയ പാർട്ടി നേതൃത്വമൊക്കെ, ആ മന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രദേശം ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അദ്ദേഹം താമസിക്കുന്ന IBയിലൊക്കെ പോയി ചെന്ന് പറഞ്ഞ് അങ്ങനെയാണ് തിരുവള്ളൂർ ഓഫീസ് താഴത്തെ നിലയിൽ അന്നത്തെ വലിയ സൗകര്യം തന്നെയാണ്. പക്ഷേ കാലം മാറി. സൺറൈസ് മീറ്റിംഗൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആ ചെറിയ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് ഇരുന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറി എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യം ഒത്തു വന്നു, അതിന് നേതൃത്വം കൊടുക്കാനുള്ള ആളുകൾ ഉയർന്നു വന്നു. എൻ്റെ ഓഫീസ് മാറണമെന്നുള്ള ചിന്ത നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടായി. അങ്ങനെയൊക്കെ ഒത്തു വന്നപ്പോൾ ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ മറ്റ് ദേശങ്ങളിൽ കാണുന്നതിന് പകരമായി ചില ഓഫീസുകൾ മോടിയോടിയോടെ കാണുന്നു എന്ന് പറയുമ്പോൾ അത് ആ പ്രദേശത്തിൻ്റെ ഗുണമായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് നേതൃത്വപരമായി പങ്കുവയ്ക്കാൻ എല്ലാവരും ഒത്തുചേരുന്നു എന്നുള്ളതുകൊണ്ടാണ്.